ഇനി ഒരു ദേശീയ വാർത്തയിലേക്ക് പോകുമ്പോൾ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണെന്ന് 11 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 27% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാകേഷ് ചേരുകയാണ്. രാകേഷ്, നിർണായകമാണ് ജമ്മു കാശ്മീരിലെ ഇത്തവണത്തെ വോട്ടെടുപ്പ് പലതുകൊണ്ടും. എന്താണ് വോട്ടെടുപ്പ്? ഇതുവരെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സജിത്ത്, വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിടുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നതെന്ന് പറയാം. കാരണം 26.72% വോട്ടുകൾ ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ 2 മേഖലകളിലും, ജമ്മുവിലെ മണ്ഡലങ്ങളിലും ഒപ്പം തന്നെ തെക്കൻ കശ്മീരിലെ മണ്ഡലങ്ങളിലും വലിയ നീണ്ട നിര കാണാമായിരുന്നു. ഏതായാലും അത് ആദ്യ മണിക്കൂറിലെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 27% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദോഡയിൽ, കശ്മീരിലെ തന്നെ ദോഡയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു ജില്ല. അതായത് 32.3. ഒപ്പം തന്നെ കിഷ്ത്വാറിൽ 32.6 രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ കശ്മീരിലെ ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ അനന്ത്നാഗിൽ 25.5, ഒപ്പം തന്നെ കുൽഗാമിൽ 25.9, പുൽവാമയിൽ 20% എന്നിങ്ങനെയും പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. അതായത് കഴിഞ്ഞ 2014 അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു. രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്ന കശ്മീരെങ്കിൽ ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28ആയി. ജമ്മു കാശ്മീർ സംസ്ഥാനം അല്ലാതായി മാറുകയും ചെയ്തു. ഈ സുപ്രീം കോടതി ഉത്തരവുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ആ പദവി, സംസ്ഥാന പദവിയിലേക്ക് ജമ്മു കാശ്മീർ എത്തുകയും ചെയ്തിട്ടില്ല. അങ്ങനെ സവിശേഷ സാഹചര്യമുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അത് ഈ പ്രചാരണ രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തെക്കൻ കശ്മീരിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അവിടെ കാലങ്ങളായി ജമ്മു കാശ്മീർ PDPയും ഒപ്പം തന്നെ നാഷണൽ കോൺഫറൻസും തമ്മിലുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഇത്തവണ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യമുണ്ട്. ഒപ്പം എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി ആരുടെയൊക്കെ വോട്ട് പിളർത്തും എന്നുള്ളതും ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം ഈ രണ്ട് സഖ്യം, ജമാഅത്തെ ഇസ്ലാമായി സഖ്യമുണ്ടാക്കിയാണ് എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ളയിൽ അദ്ദേഹം ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലോക്സഭയിൽ എത്തുകയും ചെയ്തത്. അപ്പോൾ എന്തായിരിക്കും കശ്മീർ താഴ്വര വോട്ട് രേഖപ്പെടുത്തുക, ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് നിർണായകമാണ്. ജമ്മുവിലേക്ക് വരുമ്പോൾ അവിടെ BJPയും കോൺഗ്രസും തന്നെയാണ് പ്രധാനപ്പെട്ട 2 കക്ഷികൾ. അങ്ങനെ ഏറെ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഏതാണ്ട് പകുതി ഈ ഘട്ടത്തിൽ പിന്നിടുമ്പോൾ മെച്ചപ്പെട്ട പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഏതായാലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സജിത്, അതാണ് ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് എന്നതാണ്. ജനങ്ങൾ അനുകൂലമായി തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നു.